ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഹോംവർക്ക് എന്ന ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. ഇത് ശരിക്കും കുട്ടനാട് ഭാഗങ്ങളിൽ ഫിഷ് മോളി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് പക്ഷേ നമ്മൾ ഇന്ന് മീൻ തേങ്ങാപ്പാലിൽ പൊള്ളിക്കുന്ന ഒരു പുതിയ പരിപാടിയാണ്. ഇത് ശരിക്കും കരിമീനൊക്കെയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ നാടൻ കരിമീൻ എന്ന് പറയാവുന്ന ഈ സിലോപ്പിയാണ്. സിലോപ്പിയ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് സിലോപ്പിയാണ് ഈ കാണുന്നത് നിങ്ങളിപ്പോൾ. ഇതിനിങ്ങനെ ഞങ്ങൾ ചട്ടിയിലിട്ടിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെച്ചു. നമുക്ക് ആ ചിതമ്പൽ കളയുവാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് നേരം അതിനെ ഞങ്ങളിങ്ങനെ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ ഈ പരിപാടിയിലേക്ക് കടക്കാം. ആദ്യം നമുക്കിതിൻ്റെ ചെതുമ്പലൊക്കെ കളഞ്ഞ് ഈ ഒന്നുകൂടി നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യണം. പുറത്ത് കാണുന്ന ആ ചെറിയ ചെറിയ പാടുകൾ, കറുത്ത ആ ഒരു പാടുകളൊക്കെ നമുക്കിങ്ങനെ പിച്ചാത്തി വെച്ചിട്ട് ചെറുതായിട്ടിങ്ങനെ ഉരച്ച് വൃത്തിയാക്കാം. ഇപ്പം ചെറുനാരങ്ങയും കൂടെ, അതായത് ചെറുനാരങ്ങ ഇങ്ങനെ എടുത്തിട്ട് കല്ലുപ്പും കൂടെ ചേർത്ത് വെച്ചിട്ട് വെറുതെ ഒന്ന് പുറത്തിങ്ങനെ തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. ഉരച്ച് അതെന്തെങ്കിലുമൊക്കെ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇത് ഏത് മീനാണേലും അത്യാവശ്യം വലിപ്പമുള്ള മീനൊക്കെ നമുക്കിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നന്നായി വൃത്തിയാക്കി എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അങ്ങനെ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അതൊന്ന് വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ മസാലയൊക്കെ പുരട്ടുന്നതിന് മുമ്പായിട്ട് ഇത് നമ്മളിപ്പോൾ കണ്ടോ, തലയൊക്കെ വെച്ചാണ് ഇത് എടുത്തിരിക്കുന്നത്. തലയൊന്നും കളഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് തല ഇഷ്ടമല്ലെങ്കിൽ ആ തല നമുക്ക് ഒഴിവാക്കാം. അങ്ങനെ ഒഴിവാക്കേണ്ടവർക്ക് അത് ഒഴിവാക്കാം. പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ്. കാരണം ഇത് നമ്മൾ ഹോട്ടലുകളിലൊക്കെ ചെന്ന് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ഫുള്ള് കുട്ടനാടൻ സ്റ്റൈൽ, അത് നമുക്കൊരു ഫുള്ള് ഫിഷ് അങ്ങനെ തന്നെ വെച്ചിട്ടാണ് ഇത് ചെയ്യാറ്. അപ്പോൾ നമുക്കിനി അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മാംസത്തിലൊക്കെ മസാല പിടിക്കണമെങ്കിൽ നമ്മളിതൊന്ന് വരഞ്ഞു കൊടുക്കണം. നമ്മളറിയാം, നമ്മുടെ നാട്ടിൽ മീൻ വറക്കുന്ന സമയത്ത് ആ മസാല പുരട്ടുന്നതിന് മുമ്പായിട്ട് നമ്മളതൊന്ന് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാറുണ്ട്. നമുക്കതൊന്ന് വരയാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻ അങ്ങനെ നല്ല വൃത്തിയാക്കി നമ്മളൊരു പ്ലേറ്റിൽ വെച്ചു. ഇനിയിപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മസാല, അതിൽ ചേർക്കാനുള്ള മസാല നമുക്ക് റെഡിയാക്കാം. ആദ്യം നമുക്കൊരു ടീസ്പൂണ് മുളക് പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, അതിലേക്ക് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, അര സ്പൂൺ മതിയാവും. നമ്മൾ ആ മസാല ചേർക്കേണ്ട ഒരു ആവശ്യത്തിലേക്കായിട്ടുള്ള ഉപ്പ്, മസാലയ്ക്ക് അനുസൃതമായിട്ടുള്ള ഉപ്പ് ആവശ്യത്തിന് അത് ചേർക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, അതായത് ഒരു കുഴമ്പ് പരുവത്തിൽ മസാല ആകാനുള്ള രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഈ 3 ഐറ്റം കൂടെ, അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത് 3 കൂടെ നല്ലോണം ചട്ടിയിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ അകത്ത് കുരുമുളക് പൊടി ചേർക്കില്ല. അതെ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് മുളക് പൊടി നമ്മൾ ചേർക്കാറില്ല. കുരുമുളക് പൊടി നമ്മൾ ചേർക്കാറില്ല. ഇത് ഇങ്ങനെ ഒരു കുഴമ്പ് പരുവത്തിൽ, വെള്ളം കൂടിപ്പോകരുത്. അപ്പോൾ അത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട്, അതിന് ആവശ്യമായ രീതിയിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട്
അതൊരു കുഴമ്പ് പരുവത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. അതെ അതെ അതെ, അതുണ്ടല്ലോ ആ ഒരു കുഴമ്പ് പരുവം നമ്മൾ പറയാറില്ലേ, അധികം വെള്ളമില്ല. അതിനുശേഷം മീനിലേക്ക് നമ്മുടെ ആ മസാല ഇങ്ങനെ ഉള്ളിലേക്ക് കണ്ടല്ലോ, അത് നമുക്ക് ഉള്ളിൽ നമ്മൾ ആ വരഞ്ഞ് വെച്ച അതിനുള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ, ആ മാംസത്തിനകത്തേക്ക് പോകത്തക്ക രീതിയിൽ നന്നായിട്ട് കൈകൊണ്ട് അങ്ങനെ മസാല തേച്ച് പിടിപ്പിക്കണം. ഇതിൻ്റെ ഉള്ളിലും തേച്ച് പിടിപ്പിക്കണം. എല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ വയറിനകത്തേക്ക് കണ്ടല്ലോ, ആ വയറിനകത്തും നന്നായിട്ട് മസാല തേക്കണം. പിന്നെ 2 സൈഡിലും തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം അതിൻ്റെ ചെകിള, നമ്മൾ ആ ചെകിളയെന്ന് പറയും, അതിൻ്റെ ആ പൂവ് ഉള്ള സ്ഥലങ്ങളിലേക്കും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ അടിഭാഗത്ത് ആ തലയുടെ ആ കണ്ണുകളൊക്കെ വരുന്ന ആ ഭാഗത്ത് അവിടെ എല്ലാം നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് എന്നിട്ടതൊരു പാത്രത്തിൽ നമുക്ക് കുറച്ച് നേരം അതിനെ ഒന്ന് ആ മസാല പിടിക്കുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് നേരം, ഒരു 5-6 മിനിറ്റ്, അതെ ഒരു മാക്സിമം ഒരു 10 മിനിറ്റ് നമുക്ക് അതിനെ അങ്ങനെ ആ മസാല തേച്ച് വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ 3-ാം ഘട്ടമാണ്. 3-ാം ഘട്ടം എന്ന് പറയുന്നത് ഇതിലേക്ക് ഇത് പൊള്ളിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. അതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെറിയ ഉള്ളിയൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. സവാളയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ആ ടേസ്റ്റിൽ ചെറിയൊരു വ്യത്യാസം വരും. കാരണം നമ്മൾ ചെറിയ ഉള്ളിയുടെ ടേസ്റ്റും സവാളയുടെ ടേസ്റ്റും രണ്ടാണ്, അറിയാലോ. പൊതുവെ ഉള്ളിയാണെങ്കിലും നമ്മുടെ നാടൻ റെസിപ്പിക്ക് ഏറ്റവും ബെസ്റ്റ് ചെറിയ ഉള്ളിയാണ്. അതുപോലെ തന്നെ തക്കാളി ഒരു എന്താ പറയുക, ആ ഒരു മീനിൻ്റെ വലിപ്പം വെച്ചിട്ട് ഒരു 4 ചെറിയ തക്കാളി, തീരെ ചെറിയ തക്കാളിയാണ്, അതുകൊണ്ടാണ് 4 എണ്ണം. മറ്റേ നമ്മുടെ സാധാ തക്കാളിയാണ്, മീഡിയം സൈസാണ്, 2 എണ്ണം മതിയാവും. അപ്പോൾ ഇത് ചെറിയ തക്കാളിയാണ്, അതുകൊണ്ടാണ് നമ്മൾ 4 എണ്ണം എടുത്തിരിക്കുന്നത്. ഒരു 2 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇതാണ് ഇതിനകത്തേക്ക് നമുക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊള്ളിക്കാൻ വേണ്ട സാധനങ്ങളാണ്. അപ്പോൾ ഇത് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് പൊള്ളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമുക്കിത് ഇങ്ങനെ ഈ ചെറിയ ഉള്ളി അരിഞ്ഞ് നൈസായിട്ട്, അതായത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. ഇതേപോലെ അരിഞ്ഞെടുക്കണം, കണ്ടല്ലോ, ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കണം. അതുപോലെ ഇത് നമ്മുടെ മലയാളികളുടെ ഏതൊരു ഐറ്റംസിലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് നമ്മുടെ കറിവേപ്പില. അപ്പോൾ ആ കറിവേപ്പില ഇതിൻ്റെ കൂടെ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് കറിവേപ്പില ഒരു 2 അല്ലി എന്ന് പറയുമ്പം 2 ഏതെള്ളല്ല, ഏകദേശം ഒരു 10-15 ഇല വരത്തക്ക രീതിയിൽ എടുക്കുക. ഇത് സാധനം ഇപ്പോൾ കിട്ടാനില്ല എങ്കിലും നമ്മളിപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ്, അതിൻ്റെ ആ ഒരു റിയൽ ടേസ്റ്റ് വരണമെങ്കിൽ ഈ സാധനങ്ങളൊക്കെ വേണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയും സാധനമാണ് നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് ട്രിപ്പിലുള്ള മസാല. ആദ്യത്തെ മസാല ഞങ്ങൾ പറഞ്ഞു, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അങ്ങനെ അത്രയ്ക്ക് ആ സാധനങ്ങളായിരുന്നു മസാലയായിട്ട്. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ഇതിലേക്ക് പൊള്ളിക്കാൻ നമ്മൾ വെക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കേണ്ട സാധനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചത്. ചെറിയ ഉള്ളി, ഒരു കഷ്ണം ചെറിയ ഇഞ്ചി, 2 പച്ചമുളക്, തക്കാളി, കറിവേപ്പില. അപ്പോൾ നമ്മളിനി നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/2 സ്പൂണ് മുളക് പൊടിയും കൂടെ വേണം. എന്നിട്ട് അതിനകത്തോട്ട് ഒരു കുറച്ച് വെള്ളം, 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. നേരത്തെ നമ്മൾ ആ മസാല മിക്സ് ചെയ്ത ആ പാത്രത്തിനകത്തോട്ട് ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച്
നമുക്കതൊന്ന് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നേരത്തെ നമ്മൾ ഉപ്പൊക്കെ നേരത്തെ നമ്മുടെ മീനിൻ്റെ മസാല ചെയ്തപ്പോൾ അതിനകത്ത് നമ്മൾ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നീട് നമുക്ക് ആ ഒരു ഉപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ചേർക്കാം എന്നുള്ളതേ ഉള്ളൂ. ഇനി അടുത്ത ഘട്ടമാണ് നമ്മൾക്കൊരു ഫ്രൈ പാൻ വേണം. ഇതിന് വേണ്ടിയിട്ട് ഫ്രൈ പാൻ നമ്മുടെ സ്റ്റൗവിൽ വെച്ചിട്ട് ചെറിയ തീയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. അതിനുശേഷം വെളിച്ചെണ്ണ തന്നെ മാക്സിമം ഉപയോഗിക്കുക. കാരണം അതിൻ്റെ ആ ഒരു നമുക്കറിയാലോ, വെളിച്ചെണ്ണയിൽ എന്ത് സാധനം ചെയ്താലും അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതയാണ്. നമ്മുടെ നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ആ വെളിച്ചെണ്ണ തന്നെ വേണം. വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് തീയിൽ എണ്ണയൊന്ന് അതെ, അന്ന് നമുക്ക് ഈ മീനെന്ന് പറയുന്നത് നമുക്കതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഫുൾ ഫ്രൈ അല്ല, നമുക്കൊരു ഹാഫ് ഫ്രൈ, അതായത് ഒരു പകുതി വേവില് നമുക്ക് അത് വറുത്തെടുക്കുകയാണ്. ഫുള്ളായിട്ട് നമ്മൾ അത് ഫ്രൈ ചെയ്യുന്നില്ല, ഒരു പകുതി വേവില് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ പൂർണ്ണമായിട്ട് വേവിക്കും. അതെ, അതിനുശേഷം പിന്നെ അടുത്ത ഘട്ടത്തിലാണ് നമ്മളത് ഫുള്ളായിട്ട് അതിന്റെ ഒരു വേവിലേക്ക് പോകുന്നത്. അപ്പൊ നമുക്കതൊന്ന് ഒരു ഫുള്ള് മീനിനെ എണ്ണയിലേക്ക് വെച്ചിട്ട് നമുക്കതൊരു ആ മീനൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പൊ അതിന് നമുക്ക് ഒരുപാട് വെളിച്ചെണ്ണയുടെ ഒരു ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് അതൊന്ന് ഒരു ഫ്രൈ ആക്കുന്നതിന് വേണ്ടിയിട്ട് അതൊന്ന് രണ്ട് സൈഡും ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്കതൊന്ന് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത നമ്മൾ അതിനെ മസാല പൊതിഞ്ഞ് വെക്കുമ്പോഴാണ് അതിൻ്റെ ഫുള്ള് അതിൻ്റെ വേവിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. കാരണം അത് നമുക്കിതിപ്പോൾ നമ്മൾ അതെ നമ്മൾ മറ്റിത് ചെയ്യുന്ന പോലെ മറ്റേ ക്രിസ്പി ആയിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്നില്ല, നമുക്കൊരു ഫ്രൈ മതി. അപ്പോൾ അത് നമ്മൾ മൂടി വെക്കുമ്പോൾ അതൊന്നുകൂടെ അതൊന്ന് വേകാനായിട്ട് സഹായിക്കും. ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് നമ്മളിത് എടുക്കുന്നത്. അതെ, ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മൾ അതിനകത്ത് മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമുക്കെടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു പകുതി ഫ്രൈ ചെയ്യാൻ വെച്ച മീൻ അത് ഇപ്പോൾ രണ്ട് സൈഡും നമ്മൾ തിരിച്ച് മറിച്ച് വിട്ട് രണ്ട് സൈഡും ഒരു പകുതി വേവിൽ നിർത്തിയിരിക്കുകയാണ്. അതിലേക്ക് ഇനി നമുക്ക് നേരത്തെ നമ്മളൊരു മസാല ഉണ്ടാക്കി നമ്മൾ മിക്സ് ചെയ്ത മുളക് പൊടി നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. കണ്ടല്ലോ, അപ്പോൾ നമ്മൾ പകുതി വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ മീനകത്തോട്ട് മുളക് പൊടി നമ്മളിപ്പോൾ മുളക് പൊടി മിക്സ് ചെയ്ത മുളക് പൊടി അതിനകത്തേക്ക് ചേർത്തു. എന്നിട്ടൊന്ന് നല്ലോണം അതിനെ ഒന്ന് ഇളക്കി അതിൻ്റെ അടിഭാഗത്തോട്ടും കൂടെ ചെല്ലത്തക്ക രീതിയിൽ നമ്മളതിനെ ഒന്ന് ഇളക്കിയിട്ടിട്ട് ഫുള്ള് മുളക് വെള്ളത്തിനകത്തേക്ക് ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചി, ചെറിയ ഉള്ളി, പിന്നെ പച്ചമുളക്, രണ്ട് പച്ചമുളക്. നമ്മളിപ്പോൾ മുളക് പൊടി ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അധികം പച്ചമുളക് ചേർക്കാത്തത്. കാരണം നമുക്ക് ആ പച്ചമുളകിന്റെ ഒരു ടേസ്റ്റ് മാത്രം മതി. അല്ലെങ്കിൽ നമുക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് എരിവ് കൂടിപ്പോവും. അത് എല്ലാവർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. നിങ്ങൾക്ക് ആവശ്യത്തിന് മുളക് ചേർക്കാം. നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച്, നിങ്ങളുടെ ഒരു എരിവിന്റെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ആ മുളക് ചേർക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ ഇനി ആ തക്കാളി ഇതുപോലെ ആ മീനിന്റെ മുകളിൽ ഇങ്ങനെ നമ്മൾ ലെയറായിട്ട് വെക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ആവി കയറുമ്പോൾ ആ തക്കാളി വെന്തിട്ട് അതിന്റെ ആ ഒരു പുളിരസവും അതിന്റെ ആ ഒരു ടേസ്റ്റ് എല്ലാം കൂടെ നമ്മുടെ ആ മീനിലേക്ക് ഇറങ്ങി ആ മസാലയിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അതിന്റെ മുകളിൽ ഇങ്ങനെ അടുക്കി ഒരു ലെയറായിട്ട് വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കണ്ടല്ലോ നമ്മൾ ആ തക്കാളി അരിഞ്ഞു വെച്ച തക്കാളി, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൊണ്ട് അത് അതിനകത്ത് ചേർത്ത് വെച്ചിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില നമ്മൾ ആദ്യമേ എടുത്തെന്ന് പറഞ്ഞില്ല, ഒരു 15 അല്ലി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് ഒരു 5-8 എണ്ണം നമുക്കതിന്റെ മുകളിൽ വിതറിയതിനു ശേഷം വീണ്ടും മൂടി വെക്കുകയാണ്. ഇനി നമ്മൾ അതിനെ മൂടി വെച്ചിട്ട് ആ ആവിയിൽ നമ്മളിപ്പം നമ്മളിപ്പോ നേരത്തെ കണ്ട പോലെ മുളക് മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു വെള്ളത്തിൽ
ഇനി നമ്മളതിനെ ഫുള്ളായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല കളർഫുൾ ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇതിന് ഓവർ ഗ്രേവി ഒന്നും കാണത്തില്ല, ഏകദേശം ഒരു കുറുകിയ പരുവായിരിക്കും. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ സമയത്താണല്ലോ ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഏകദേശം കണ്ടോ, ഇതുപോലെ ആയിരിക്കും ഇതിൻ്റെ ഗ്രേവി. ഈ ഗ്രേവി തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ്. ഇതൊരു തനി നാടൻ കറിയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ തേങ്ങാപ്പാലിൽ മീൻ പൊള്ളിക്കുന്നത്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാരണ മീൻകറിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് അത്യാവശ്യം മീഡിയം വലിപ്പമുള്ള ഏത് മീനിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് മറ്റുള്ള മീൻകറിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് നല്ലൊരു വിഭവമാണ്. ഫിഷ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഒത്തിരി പ്രയോജനം ചെയ്യുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക്